BSc നേഴ്സിംഗ് കഴിഞ്ഞ ഒരു അമ്മ തന്റെ 2 പെൺകുട്ടികളോടൊപ്പം മരിക്കുകയുണ്ടായെന്ന്. ശരിക്കും BSc നേഴ്സിംഗ് നമ്മൾ പഠിക്കുമ്പോൾ നമ്മൾ ഒരുപാട് സ്വപ്നങ്ങൾ കുറച്ച് നാളുകൾക്ക് മുമ്പ് ഒരു നേഴ്സസ് യൂണിയൻ കൊണ്ടുവന്നിരുന്നു. ഹായ് എവരിവൺ, വെൽക്കം ടു ഡീറ്റെയിൽസ്. കഴിഞ്ഞ ദിവസം നമ്മൾ നേഴ്സുമാർ വളരെ ദുഃഖകരമായ ഒരു വാർത്ത കേൾക്കുകയുണ്ടായി. ഏറ്റുമാനൂരില് BSc നേഴ്സിംഗ് കഴിഞ്ഞ ഒരു അമ്മ തന്റെ 2 പെൺകുട്ടികളോടൊപ്പം മരിക്കുകയുണ്ടായെന്ന്. ശരിക്കും BSc നേഴ്സിംഗ് നമ്മൾ പഠിക്കുമ്പോൾ നമ്മൾ ഒരുപാട് സ്വപ്നങ്ങളിലൂടെയാണ് കടന്നു പോകുന്നത്. ആ പഠനം കഴിഞ്ഞതിന് ശേഷം നമുക്കൊരു ജോലി ലഭിക്കും, ആ ജോലി കിട്ടിക്കഴിഞ്ഞതിന് ശേഷം നമ്മുടെ ഭാവി വളരെയധികം സുരക്ഷിതമാകും എന്നൊക്കെ നമ്മൾ വിശ്വസിക്കുന്നുണ്ട്. അങ്ങനെ ഒരു സമയത്ത് ഒരു വിഷമഘട്ടം വന്നപ്പോൾ ഈ പഠനം തുണയാകുമെന്ന് കരുതി അതുവഴി ഒരു ജോലി ലഭിക്കുമെന്ന് കരുതി മറ്റു പല സ്ഥാപനങ്ങളിലും ഒക്കെ പോയി നോക്കിയെന്ന് പറഞ്ഞു. അങ്ങനെയാണ് പറയുകയുണ്ടായത്. എങ്ങൊന്നും ജോലി കിട്ടിയില്ല. ഫൈനലി ആ അമ്മയോടൊപ്പം ആ കുട്ടികളും ആ തീരുമാനത്തിലേക്ക് എത്തണമെങ്കിൽ അവർക്ക് മുമ്പിൽ മറ്റൊരു വഴിയില്ലാഞ്ഞിട്ടായിരിക്കും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ശരിക്കും എൻ്റെ ഒരു വിശ്വാസം അനുസരിച്ച് നേഴ്സിംഗ് സംഘടനയൊക്കെയുള്ള കാലമാണ്. നേഴ്സിംഗ് സംഘടനയ്ക്ക് ഒരു അറിവ് ലഭിച്ചിരുന്നെങ്കിൽ ഉറപ്പായിട്ടും എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ സാധിച്ചേനെ. പലപ്പോഴും നമ്മുടെ വിഷമങ്ങൾ നമ്മൾ പലരോടും അല്ലെങ്കിൽ ആരോടും പറയാതിരിക്കാൻ ശ്രമിക്കാറുണ്ട്. ഇതാ വീട്ടുകാർക്ക് അറിയാമായിരുന്നു, അയൽവക്കക്കാർക്ക് അറിയാമായിരുന്നു, ഒന്നും നമുക്കറിയില്ല. ഇവൻ പറഞ്ഞു കാണുമായിരിക്കും, ചിലപ്പോൾ പറഞ്ഞു കാണില്ല. കാരണം അഭിമാനം എന്നുള്ളത് കൊണ്ട് നമ്മൾ പലപ്പോഴും പല കാര്യങ്ങളും രഹസ്യമാക്കി വെക്കാറുണ്ട്. സൈക്കോളജിക്കൽ സപ്പോർട്ടിനൊന്നും നമ്മൾ പോകാറില്ല പലപ്പോഴും പല ഫാമിലിയിലും. കാരണം ഫാമിലിയുടെ അല്ലെങ്കിൽ സൊസൈറ്റിയുടെ മുമ്പിൽ നമ്മുടെ ആ റെപ്യൂട്ടേഷൻ പോകും, നമ്മുടെ ഫാമിലിയുടെ റെപ്യൂട്ടേഷൻ പോകുമല്ലോ, അല്ലെങ്കിൽ എന്ത് ആളുകൾ വിചാരിക്കുമെന്നൊക്കെ ഓർത്ത് പലപ്പോഴും നമുക്ക് പലതും തുറന്നു പറയാൻ പറ്റിയെന്ന് വരില്ല. പക്ഷെ ശരിക്കും നേഴ്സിംഗ് സംഘടനയ്ക്ക് അറിയാമായിരുന്നെങ്കിൽ ചിലപ്പോൾ സഹായിച്ചേനെ എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അറിയാമായിരുന്നു എന്ന് എനിക്കറിയില്ല. പക്ഷെ ഞാൻ വിശ്വസിക്കുന്ന ഒരു നേഴ്സിംഗ് സമൂഹം എന്ന് പറയുന്നത് ശരി ജാസ്മിൻ ഷായുടെ നേതൃത്വത്തിൽ കുറച്ച് നാളുകൾക്ക് മുമ്പ് ഒരു നേഴ്സസ് യൂണിയൻ കൊണ്ടുവന്നിരുന്നു. ശരിക്കും അതിനു മുമ്പ് നേഴ്സസിന് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വോയിസ് ഒന്നും ഇല്ലായിരുന്നു. വളരെയധികം ചിതറിക്കിടക്കുകയായിരുന്നു. എല്ലാവരും സ്വന്തം കാര്യം നോക്കും. ശരിക്കും എല്ലാവർക്കും എടുത്തിട്ട് കൊട്ടാവുന്ന ഒരു ചെണ്ട ആ ഒരു രീതി തന്നെയായിരുന്നു എന്ന് വേണം പറയാം. കാരണം സാലറി ഇല്ല, 5000 അല്ലെങ്കിൽ 6000 കിട്ടിയാൽ പറയാം കിട്ടിയെന്ന്. ആ ഒരു ശമ്പളത്തിലൊക്കെ നമ്മൾ ജോലി ചെയ്തിട്ടുണ്ട്. പക്ഷെ അതിനുശേഷം ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടായി. നേഴ്സസിനോട് അല്ലെങ്കിൽ നേഴ്സസിന്റെ കാര്യത്തിൽ ഇടപെടുന്നതിന് മുമ്പ് എല്ലാവരും രണ്ടാമതൊന്ന് ചിന്തിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് വന്നു. മാന്യമായ ഒരു സാലറിയിലേക്ക് വന്നു. ശരിക്കും എത്ര പറഞ്ഞാലും ആ ഒരു സംഘടനയ്ക്ക് അതിൻ്റെതായ ഒരു പവർ ഉണ്ട്. അപ്പോൾ ശരിക്കും ഞാൻ വിശ്വസിക്കുന്നത് അത് അവർക്ക് അറിയാമായിരുന്നെങ്കിൽ അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും സപ്പോർട്ട് ചെയ്യാമായിരുന്നു എന്നാണ്. കാരണം ഒരു നേഴ്സിനൊരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ കൂടെ നിൽക്കാൻ തയ്യാറാകുന്നവരാണ് കൂടെയുള്ള എല്ലാവരും, അല്ലെങ്കിൽ നേഴ്സിംഗ് സമൂഹം എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ശരിക്കും എബ്രോഡൊക്കെ എന്തെങ്കിലും ഒരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ നമ്മൾ പെട്ടെന്ന് തന്നെ സപ്പോർട്ട് ചെയ്യാനും ഡൊണേറ്റ് ചെയ്യാനും ഒക്കെ ശ്രമിക്കാറുണ്ട്. പക്ഷെ അതൊന്നും നമുക്ക് സാധിച്ചില്ല. അതുപോലെ തന്നെ ഈ എക്സ്പീരിയൻസ് അല്ലെങ്കിൽ ഗ്യാപ്പ് ഒരു പ്രശ്നമാണോ? ശരിക്കും എബ്രോഡ് അവരെടുക്കുമ്പോൾ അവർ എക്സ്പീരിയൻസ് ചോദിക്കാറുണ്ട്. ശരിക്കും അവരുടെ കൺട്രിയിലേക്ക് പുതിയ ഒരാളെ അല്ലെങ്കിൽ മറ്റൊരു രാജ്യത്ത് നിന്ന് ഒരാളെ എടുക്കുമ്പോൾ ഉറപ്പായിട്ടും അവർക്ക് ആ ഒരു നമ്മൾ പറയാം ആ ഒരു എബിലിറ്റി ഉള്ള ആളെ അവർക്ക് എടുക്കാൻ പറ്റുള്ളൂ. അപ്പൊ എക്സ്പീരിയൻസ് അവർ നോക്കും. എന്നാലും അവർ പറയുന്നത് ശരിക്കും ഇത്ര വർഷത്തിനുള്ളിൽ 480 അല്ലെങ്കിൽ 1000 സംതിങ് മണിക്കൂറൊക്കെ മതി എന്നാണ് അവർ പറയുന്നത്. അത് ശരിക്കും നമുക്ക് നിഷ്പ്രയാസം എടുക്കാവുന്നതേ ഉള്ളൂ. കാരണം 5 വർഷത്തിൽ അല്ലെങ്കിൽ 3 വർഷത്തിനുള്ളിലാണ് അവർ അത്രയും മണിക്കൂർ പറയുന്നത്. അപ്പോൾ നമ്മുടെ രാജ്യത്ത് ശരിക്കും നമുക്ക് ഒരു വിഷമം വന്നു കഴിഞ്ഞാൽ നമുക്ക് എക്സ്പീരിയൻസിൽ അല്ലെങ്കിൽ ഗ്യാപ്പ് ഉണ്ടെന്നുള്ള പേരിൽ ആ ജോലി നിഷേധിക്കുന്നതിന് പകരം നമ്മുടെ കൂട്ടത്തിൽ തന്നെയുള്ള ആളാണ്, ചുറ്റുമുള്ള ആളാണ്. അപ്പോൾ എന്തായാലും ഇന്റർവ്യൂ ബോർഡിൽ ആൾ പറഞ്ഞു കാണണം എനിക്ക് ഇങ്ങനെയൊക്കെ പ്രയാസമുണ്ട്, അതുകൊണ്ടാണ് ഇത്രയും വർഷങ്ങൾക്ക് ശേഷം ഞാൻ ജോലി അന്വേഷിക്കുന്നത്. അപ്പോൾ ശരിക്കും സപ്പോർട്ട് ചെയ്യണമെന്ന് ആഗ്രഹമുള്ളവരായിരുന്നെങ്കിൽ ഒരു 10 ദിവസം ഓറിയന്റേഷന് അതിനുശേഷം നോക്കാം എന്നൊരു വാക്ക് അവർക്ക് പറയാമായിരുന്നു. കാരണം ആ ഓറിയന്റേഷൻ കൊടുക്കുമ്പോൾ നഴ്സിംഗ് പഠിച്ച് പാസ്സായ ഒരാളാണ്, കുറച്ച് എക്സ്പീരിയൻസും കാണും എന്തായാലും. അപ്പോൾ മുമ്പോട്ട് പോകാൻ പറ്റുന്ന കാര്യമേ ഉണ്ടായിരുന്നുള്ളൂ. അതുമല്ല, പകരം എന്താണ് സംഭവിച്ചത്? 1 വർഷത്തേക്ക് ഒരു ജോലി ഇല്ലാതെ അല്ലെ സാലറി ഇല്ലാതെ ജോലി ചെയ്തോളൂ എന്ന് പറഞ്ഞു. അത് ശരിക്കും നമുക്ക് അത് അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ തന്നെ അത് അംഗീകരിക്കാൻ പറ്റാത്തൊരു കാര്യമാണ്. അത് ശരിക്കും ശരിയല്ല. എല്ലാവർക്കും ജോലി ചെയ്യുന്നവന് ശമ്പളം കൊടുക്കണം എന്നൊരു പക്ഷക്കാരിയാണ് ഞാൻ. പക്ഷെ ഞാൻ ആർക്കും അല്ലെങ്കിൽ ഒന്നിനെയും പറ്റി പറയുകയല്ല. നമുക്ക് ഇനിയും ഒരു നേഴ്സസിന് ഈ ഒരു ഗതി വരരുത്. എന്തെങ്കിലും നമ്മുടെ ആ യൂണിയന്റെ ഇടയിൽ ആർക്കെങ്കിലും ഒരു പ്രശ്നം ഉണ്ടായാൽ പരസ്പരം ഷെയർ ചെയ്യാനും അല്ലെങ്കിൽ പരസ്പരം സപ്പോർട്ട് ചെയ്യാനും നമുക്ക് ഇനിയെങ്കിലും ശ്രമിക്കാം. അതുപോലെ തുറന്ന് സംസാരിക്കാൻ സാധിക്കട്ടെ എല്ലാവർക്കും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതുപോലെ പല സ്ഥലങ്ങളിൽ നിന്നും പലപ്പോഴും നേഴ്സുമാർക്ക് നട്ടലില്ലാത്ത രീതിയിൽ നമ്മൾ കുനിഞ്ഞു നിൽക്കേണ്ട ആ ഒരു അവസ്ഥയിൽ നിന്ന് നമ്മൾ
മുംബൈക്ക് വന്നത് നമ്മുടെ ആ ഒരു അസോസിയേഷന്റെ ആ ഒരു യൂണിറ്റി ഒക്കെ കൊണ്ടാണ്. അപ്പൊ അത് നമുക്ക് മുമ്പോട്ട് തന്നെ കീപ്പ് ചെയ്യാം. അതുപോലെ ഒരുപാട് പ്രശ്നങ്ങളും ഒരുപാട് കാര്യങ്ങളും ഒക്കെ ഉണ്ടാകും. പക്ഷെ അതൊന്നും നമ്മൾ നോക്കേണ്ട കാര്യങ്ങളില്ല. നമ്മുടേതായിട്ടുള്ള കാര്യങ്ങൾ എല്ലാ രാജ്യത്തും നേഴ്സസ് ഓർഗനൈസേഷൻ ഉണ്ട്. ഒരു പാർട്ടിയുടെ പിൻബലത്തിലോ അല്ലെങ്കിൽ ഒരു ഒന്നിന്റെയും പിൻബലത്തിലല്ല. അത് നേഴ്സുമാരുടെ സംഘടന, നേഴ്സസിൻ്റെത്. അവിടെ ജാതിയില്ല, മതമില്ല, ഒന്നുമില്ല. അങ്ങനെ വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. നിങ്ങളും അങ്ങനെയാണ് വിശ്വസിക്കുന്നതെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതുപോലെ തന്നെ ഞാൻ വിശ്വസിക്കുന്നത് പോലെയാണ് എൻ്റെ സംഘടനയും അല്ലെങ്കിൽ നേഴ്സസിന്റെ ആ ഒരു സമൂഹമെന്നും ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ ഇനിയും ഒരു നേഴ്സസിനും അതുപോലത്തെ ഒരു ഗതി ഉണ്ടാകാതിരിക്കട്ടെ എന്ന് ശരിക്കും ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്നു. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്. മറ്റൊരു വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം.